നമസ്കാരം. ഇന്ന് നമ്മളുടെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് വരികയാണ്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു നമ്മൾ നെയ്സ്റ്റ് ഇക്വേഷൻ വെച്ച് കാണുമെന്ന്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നെയ്സ്റ്റ് ഇക്വേഷൻ വെച്ച് കണ്ടുമുട്ടിയിരിക്കുകയാണ്. നെയ്സ്റ്റ് ഇക്വേഷൻ പിള്ളേരെ, നമ്മൾ ഇന്നലെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ പഠിച്ചിരുന്നു. ആ സമയത്ത് കോൺസെൻട്രേഷൻ ടേക്കൺ ആസ് യൂണിറ്റി എന്ന് നമ്മളവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദാറ്റ് മീൻസ് ഒരു സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ കോൺസെൻട്രേഷൻ എപ്പോഴും യൂണിറ്റി ആയിട്ട് എടുക്കണം. ബട്ട് എല്ലാ കേസിലും നമുക്കത് പോസിബിൾ അല്ല. പല പല കോൺസെൻട്രേഷൻസ് വെച്ചിട്ടും നമുക്ക് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടെത്തേണ്ടതായിട്ട് വരും. ആ സമയത്ത് നമുക്ക് ഹെൽപ്ഫുൾ ആകുന്ന ഒരു ഇക്വേഷനാണ് നമ്മളുടെ നെയ്സ്റ്റ് ഇക്വേഷൻ. സോ നെയ്സ്റ്റ് ഇക്വേഷൻ ഗീവ്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ the electrode potential and concentration of electrolyte solution. അതായത് ഒരു ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും ഇലക്ട്രോലൈറ്റിൻ്റെ കോൺസെൻട്രേഷനും തമ്മിലുള്ള ഒരു റിലേഷൻ തരുന്ന ഇക്വേഷനെ വിളിക്കുന്ന പേരാണ് നെയ്സ്റ്റ് ഇക്വേഷൻ. നമുക്കപ്പോൾ നെയ്സ്റ്റ് ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഓക്കെ കുട്ടികളെ, നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തൊരു പോയിന്റ് ഉണ്ടായിരുന്നു. ഒരു മെറ്റൽ ഇലക്ട്രോഡ് അതിൻ്റെ സൊല്യൂഷനിൽ വെച്ചാൽ രണ്ട് രീതിയിലുള്ള റിയാക്ഷൻസ് നടക്കും. ഒന്ന്, മെറ്റൽ ആറ്റം ഓക്സിഡേഷൻ നടന്ന് Mn പോസിറ്റീവായിട്ട് മാറും. അതോടൊപ്പം തന്നെ സൊല്യൂഷനിലുള്ള മെറ്റൽ അയോൺസ് എന്ത് സംഭവിക്കും? മെറ്റൽ ആറ്റമായിട്ട് റെഡ്യൂസ് ചെയ്യും. അതോടൊപ്പം തന്നെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമ്മൾ സ്ഥിരമായിട്ട് റിഡക്ഷൻ പൊട്ടൻഷ്യലിൻ്റെ ബേസിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ റിഡക്ഷനുമായി ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഇക്വേഷൻ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. നോക്കി, that is metal ion gain electron and form metal atom. ഇതുമായി ബേസ് ചെയ്തുകൊണ്ടുള്ള നെയ്സ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ദാറ്റ് ഈസ് ഇ ഓഫ് റിഡക്ഷൻ ആണ് നമ്മൾ കാണുക അല്ല, നമുക്കറിയാം, കാണുമ്പോൾ തന്നെ അറിയാം Mn പോസിറ്റീവ് ബാർ M എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുകയാണ്. സോ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അറ്റ് എനി കോൺസെൻട്രേഷൻ ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മൈനസ് RT/NF ഇൻറ്റു Ln M divided by Mn positive. That is concentration of metal divided by concentration of metal ion. But നമ്മൾ +1 പഠിച്ചിട്ടുണ്ട്, ഒരു മെറ്റലുകളുടെ കോൺസെൻട്രേഷൻ നമ്മൾ യൂണിറ്റി ആയിട്ടാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്കിവിടെ എന്ത് എഴുതാം? മെറ്റലിൻ്റെ കോൺസെൻട്രേഷൻ ഈക്വൽ ടു 1 ആയിട്ട് നമുക്ക് എടുക്കാം. അങ്ങനെ വരുമ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെ വരും? ദാറ്റ് ഈസ് E Mn positive bar M is equal to E0 minus RT by NF into Ln 1 divided by Mn positive. ക്ലിയർ ആയെന്ന് വിചാരിക്കും. ഓക്കെ, ഈ ഇക്വേഷനെയാണ് നമ്മൾ നെയ്സ്റ്റ് ഇക്വേഷൻ എന്ന് പേര് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഇതെന്താണ്? ഏതെങ്കിലും ഒരു കോൺസെൻട്രേഷനിലുള്ള ഇലക്ട്രോഡ് പൊട്ടൻഷ്യലാണ്. ഇത് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, ആർ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, ടെമ്പറേച്ചർ, N നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് F ഫാരഡ്. R ഈസ് ഈക്വൽ ടു 8.314 joule Kelvin raised to -1 mole raised to -1, T 298 Kelvin and F 96487 coulomb per mole. ശരിക്കും നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ സാധാരണ ഇതിൽ 96500 കുളുംബായിട്ടാണ് എടുക്കാറ്. ഓക്കെ, പക്ഷെ കറക്റ്റ് വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് 96487 ആണ്. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി നമ്മളൊന്ന് പുതിയതായിട്ടൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. Ln x ഈക്വൽ ടു 2.303 log x എന്ന് പറഞ്ഞാൽ ഈ Ln എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഫംഗ്ഷനെ നാച്ചുറൽ ലോഗരിതത്തിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ ഈ രീതിയിലാണ് എഴുതുന്നത്. ദാറ്റ് ഈസ് 2.303 log x എന്ന് എഴുതണം. അതായത് Ln x ഈസ് ഈക്വൽ ടു 2.303 log x. ഇവിടെ x എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ ഇക്വേഷനിൽ 1/Mn പോസിറ്റീവ് ആണ്. നമുക്ക് ഈ വാല്യൂസ് മുഴുവനും ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നോക്കിയ പിള്ളേരെ, ഈ Mn bar M ഈക്വൽ ടു
ഇതങ്ങനെ തന്നെ എഴുതി. ഇവിടുത്തെ വാല്യൂ അല്ല, R is equal to 8.314, T 298 Kelvin, N നമ്മൾ അങ്ങനെ തന്നെ ഇട്ടു, കാരണം എന്നിൻ്റെ വാല്യൂ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, സിങ്കിൻ്റെ കേസിലാണെങ്കിൽ 2 ആയിരിക്കും, സിൽവർ ആണ് വരുന്നതെങ്കിൽ അവിടെ 1 ആയിരിക്കും. ഓക്കെ, അങ്ങനെ മാറ്റമുള്ളത് കൊണ്ട് നമ്മൾ N അങ്ങനെ തന്നെ ഇട്ടു. ദെൻ ഫാരഡിൻ്റെ വാല്യൂ 96487 ആൻഡ് Ln 1/mn പോസിറ്റീവ് എന്ന് പറഞ്ഞിരിക്കുന്ന വാല്യൂ നമ്മൾ എങ്ങനെ ഇട്ടിരിക്കണേ, Ln നാച്ചുറൽ ലോഗരിതത്തിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ 2.303 log 1/mn പോസിറ്റീവ് കോൺസെൻട്രേഷൻ ഓഫ് മെറ്റൽ അയോൺ എഴുതി. ഇവിടെ ഈ N മാറ്റി നിർത്തിയിട്ട് മറ്റുള്ള എല്ലാ വാല്യൂസും, ദാറ്റ് ഈസ് 8.314 ഇൻറ്റു 298 ഇൻറ്റു 2.303 ഡിവൈഡഡ് ബൈ 96487 എന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 0.059 ആണ്. ദെൻ N നമ്മൾ അവിടെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ log 1/mn പോസിറ്റീവ്. ഓക്കെ, ഇത് നമുക്ക് എപ്പോഴും മനസ്സിൽ രജിസ്റ്റർ ചെയ്ത് വെക്കേണ്ട ഒരു വാല്യൂ പോയിന്റ് ആണ്. കാരണം പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് മെയിനായിട്ട് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ദ നേഴ്സ്റ്റ് ഇക്വേഷൻ. അപ്പോൾ എക്സാമിന് നമ്മളോട് നേഴ്സ്റ്റ് ഇക്വേഷൻ എഴുതാൻ പറയുകയാണെങ്കിൽ നമ്മൾ എഴുതേണ്ട ഇക്വേഷൻ ഇത് തന്നെയാണ്. പക്ഷെ നേഴ്സ്റ്റ് ഇക്വേഷനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു പ്രോബ്ലം വരികയാണെങ്കിൽ നമ്മൾ എഴുതേണ്ട ഇക്വേഷൻ ഇതാണ്. ഈ ഇക്വേഷൻ വെച്ചിട്ടായിരിക്കും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ സിങ്കിൻ്റെ 0.2 കോൺസെൻട്രേഷനിൽ ഉള്ള ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിച്ചാൽ നമ്മളിവിടെ സിങ്കിൻ്റെ ഇവിടെയാണ് ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. സിങ്കിൻ്റെ കേസിൽ E0 എന്ന് പറഞ്ഞാൽ -0.76 ആണ്, നിങ്ങൾക്കത് അറിയാവുന്നതാണ്. അതോടൊപ്പം തന്നെ 0.2 കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് 1/Zn2 പോസിറ്റീവ് എന്നിടും. എന്നിട്ട് അവിടെ നമ്മൾ 0.2 ഇടും ഈ ഇക്വേഷനിൽ. ഓക്കെ, ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ വാല്യൂ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങൾക്കത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഈ നേഴ്സ്റ്റ് ഇക്വേഷനും ഡാനിയൽ സെല്ലുമായിട്ട് ഒന്ന് റിലേറ്റ് ചെയ്യണം. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, ഡാനിയൽ സെൽ, അതിൻ്റെ സെൽ റെപ്രസെൻറ്റേഷൻ നമുക്കറിയാം. സെൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുന്ന ഇക്വേഷനും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ റൈറ്റ് മൈനസ് ഈ ലെഫ്റ്റ്, ഓർ ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്. അതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. അതോടൊപ്പം നമ്മൾ തൊട്ട് മുമ്പ് ഡിറൈവ് ചെയ്ത നേഴ്സ്റ്റ് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. ഇനി നമ്മൾ ഈ വാല്യൂസ് ഡാനിയൽ സെല്ലിലേക്ക് നമുക്കൊന്ന് അപ്ലൈ ചെയ്യാം. അപ്പോൾ അവിടെയുള്ള 2 ഇലക്ട്രോഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോപ്പർ ഇലക്ട്രോഡും സിങ്ക് ഇലക്ട്രോഡും. അവിടുത്തെ കാഥോഡായിട്ട് ആക്ട് ചെയ്യുന്നത് കോപ്പർ ഇലക്ട്രോഡും ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നത് സിങ്ക് ഇലക്ട്രോഡാണ്. നമ്മളത് ഓൾറെഡി പഠിച്ചു. അപ്പോൾ ആ കോപ്പർ ഇലക്ട്രോഡും സിങ്ക് ഇലക്ട്രോഡും നേഴ്സ്റ്റ് ഇക്വേഷനിൽ അപ്ലൈ ചെയ്താൽ എങ്ങനെയിരിക്കും, അതാണ് ഇക്വേഷൻ നമ്പർ 3ഉം 4ഉമായിട്ട് ഞാനവിടെ റെപ്രസെൻ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, നോക്കി ഇവിടെ Mn പോസിറ്റീവ് ബാർ എമ്മിന് പകരം ഞാൻ കോപ്പർ എടുത്തു. ഇത് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് കോപ്പർ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ. ദെൻ RT/NF Ln 1/mn പോസിറ്റീവ്ക്ക് പകരം RT/2F Ln 1/Cu2 പോസിറ്റീവ് എടുത്തു. ഞാനിവിടെ റെഡിങ്ക് യൂസ് ചെയ്യാനായിട്ടുള്ള ഇവിടെ കാരണം ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ സിങ്കിൻ്റെ കേസിൽ എന്നിൻ്റെ വാല്യൂ 2 ആണ്. അതോടൊപ്പം M എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കോപ്പറാണ്. അതുകൊണ്ട് ജസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിന്ന് കളർ മാറ്റിയെന്നേ ഉള്ളൂ. അതുപോലെ തന്നെ സിങ്കിൻ്റെ കേസ് വന്നു കഴിയുമ്പോൾ ഇത് തന്നെയാണ് അതിൻ്റെ ഇക്വേഷൻ. ഹിയർ ആൾസോ N is equal to 2 ആൻഡ് കോൺസെൻട്രേഷൻ Zn2 പോസിറ്റീവ് ആണ്. നമുക്ക് ഇക്വേഷൻ നമ്പർ 3യുടെയും 4ൻ്റെയും വാല്യൂ ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നോക്കിയേ, അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന്. സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് 3 and 4 ഇൻ ഇക്വേഷൻ നമ്പർ 1. സോ ഇക്വേഷൻ നമ്പർ 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഇവിടെ കാഥോഡായിട്ട് ആക്ട് ചെയ്യുന്നത് കോപ്പറാണ്, ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നത് സിങ്ക് ആണ്. ഓക്കെ, സോ ഞാൻ ആദ്യം കോപ്പറിൻ്റെ വാല്യൂ എഴുതി, മൈനസ് ആനോഡായിട്ടുള്ള സിങ്ക് ഇലക്ട്രോഡിൻ്റെ വാല്യൂ എഴുതി. ഓക്കെ, ഇനി ഞാനിവിടെ ചെയ്യുന്നത് E0 Cu2 പോസിറ്റീവ് ബാർ Cu എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഭാഗവും E0 Zn2 പോസിറ്റീവ് ബാർ Zn എന്ന് പറഞ്ഞിരിക്കുന്ന വാല്യൂസും കൊണ്ട് ഒരുമിച്ചൊന്ന് എഴുതി. ഓക്കെ, അതായത് ഇത് രണ്ടും ഞാനിവിടെ ഒരുമിച്ച് എഴുതി. ദെൻ RT/2F ഇവിടെയുമുണ്ട് RT/2F, അത് ഞാൻ കോമൺ ആയിട്ട് എടുത്തു. പിന്നെ ബാക്കി ഇനി എന്താ ഉള്ളത്, Ln 1/Cu2 പോസിറ്റീവ് ഉണ്ട്. അതോടൊപ്പം തന്നെ Ln 1/Zn2 പോസിറ്റീവ് ഉണ്ട്.
അത് ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്കറിയാം E0 കാത്തോഡ് മൈനസ് E0 ആനോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സെൽ പൊട്ടൻഷ്യലാണ്, സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യലാണെന്ന് നമുക്കറിയാം. നമ്മുടെ ആവശ്യം എന്താണ്? സെൽ പൊട്ടൻഷ്യൽ അറ്റ് എനി കോൺസെൻട്രേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു വരുമ്പോൾ ഈ സെൽ ഇതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. E0 സെൽ നമുക്ക് ഇലക്ട്രോ കെമിക്കൽ സീരീസിൻ്റെ വാല്യൂസിൽ നമുക്ക് കിടക്കുന്നുണ്ട്, നമുക്ക് അവിടെ നിന്ന് കിട്ടും. ദെൻ RT/2F log Zn 2 പോസിറ്റീവ് Cu 2 പോസിറ്റീവ്. അപ്പോൾ എക്സാമിന് നമ്മളോട് നേഴ്സ്റ്റ് ഇക്വേഷനും ഡാനിയൽ സെല്ലുമായിട്ടുള്ള റിലേഷനുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് ഇവിടെ വെച്ച് ഇത് അവസാനിപ്പിക്കാം. ഓക്കെ, ബട്ട് ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു പ്രോബ്ലം തന്നു. അതായത് സിങ്കിൻ്റെ കോൺസെൻട്രേഷൻ 0.2ഉം കോപ്പറിൻ്റെ കോൺസെൻട്രേഷൻ അതോടൊപ്പം തന്നെ 0.1 0.01 എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. അങ്ങനെയുള്ള കേസിൽ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഇങ്ങനെ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിരിക്കുന്നത്. ഓക്കെ, അതായത് ആറിൻ്റെ വാല്യൂ, ടിയുടെ വാല്യൂ, എഫിൻ്റെ വാല്യൂ നമ്മൾ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, അതോടൊപ്പം തന്നെ ln Zn 2 പോസിറ്റീവ് Cu 2 പ്ലസിന് നമ്മൾ നാച്ചുറൽ ലോഗരിതത്തിൻ്റെ ബേസിലേക്ക് മാറ്റുമ്പോൾ 2.303 log Zn 2 പോസിറ്റീവ് Cu 2 പോസിറ്റീവ് എന്ന് എഴുതണം. നിങ്ങൾക്ക് നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അത്. ഓക്കേടാ, ഈ വാല്യൂസ് എല്ലാവരും ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ എന്നിൻ്റെ വാല്യൂ മാത്രം ഞാൻ അവിടെ 2 ആയിട്ട് തന്നെ നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ എന്താ, പിന്നെ ബാക്കിയുള്ള വാല്യൂസ് എല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു 0.059 ആണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ 0.059 ഡിവൈഡ് ബൈ 2 ആൻഡ് log Zn 2 പോസിറ്റീവ് Cu 2 പോസിറ്റീവ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഈസിയാണ്. നമ്മൾ പഠിച്ചിരിക്കുന്ന വാല്യൂസ് ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നു, പിന്നെ ചുമ്മാ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ്. ഓക്കെ, ഈ കാത്തോഡ് മൈനസ് ഈ ആനോഡ്, ഈ കാത്തോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോപ്പറാണ്, ഈ ആനോഡ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതേതാണ്, ഏത് ഇലക്ട്രോഡാണ് എടുക്കേണ്ടത്? സിങ്ക് ഇലക്ട്രോഡിൻ്റെയാണ്. ദെൻ ഈ കാത്തോഡ് മൈനസ് ഈ ആനോഡ് എന്ന് പറഞ്ഞിരിക്കുന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നു. E0 കോപ്പർ ആൻഡ് E0 സിങ്ക് നമ്മളൊന്ന് ഒരുമിപ്പിച്ചു. അതോടൊപ്പം തന്നെ കോമൺ ഫാക്ടേഴ്സ് എല്ലാം നമ്മൾ പുറത്തേക്ക് എടുത്തു. അതിനുശേഷം ചുമ്മാ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് ഏത്? E cell is equal to E0 cell minus RT/2F into ln Zn 2 പോസിറ്റീവ് Cu 2 പ്ലസ്. ഇനി വീണ്ടും ഞാൻ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞിരുന്നു. ഇത് എക്സ്പ്ലെയിൻ ചെയ്തതിൻ്റെ പ്രോബ്ലത്തിൻ്റെ സെക്ഷനിൽ വരുമ്പോൾ നമ്മൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യേണ്ടത് ഈ ഇക്വേഷനാണ്. ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഒരു 2 മാർക്കിൻ്റെയോ 3 മാർക്കിൻ്റെയോ പ്രോബ്ലംസ് ഒരു 2 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്ത് തീർക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, നമ്മളിവിടെ നേഴ്സ് ഇക്വേഷനും ഡാനിയൽ സെല്ലുമായിട്ട് നമ്മളൊന്ന് റിലേറ്റ് ചെയ്തു. അതേപോലെ എക്സാമിന് മറ്റൊരു ക്വസ്റ്റ്യനാണ് തന്നിരിക്കണമെന്ന് വിചാരിക്കാം. അതായത് നമുക്ക് തന്നിരിക്കുന്ന സെല്ലെന്ന് പറഞ്ഞിരിക്കുന്നത് നിക്കൽ സിൽവർ സെല്ലാണ്. അതിൻ്റെ റെപ്രസെൻറ്റേഷനാണ് മുകളിൽ എഴുതിയിരിക്കുന്നത്. ബട്ട് നിക്കലിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2ഉം സിൽവറിൻ്റെ +1ഉമാണ്. അപ്പോൾ നമ്മളിതിൻ്റെ നെറ്റ് റിയാക്ഷൻ അല്ലെങ്കിൽ ഓവറോൾ റിയാക്ഷൻ നമ്മൾ എഴുതുമ്പോൾ ഇങ്ങനെയാണ് വരാം. കാരണം ഇലക്ട്രോണുകളുടെ എണ്ണം ബാലൻസ് ചെയ്തേ പറ്റൂ നമുക്ക്. അപ്പോൾ ഇങ്ങനെയാണ് ഇക്വേഷൻസ് വരുന്നത്. അപ്പോൾ ഈ കേസിൽ എങ്ങനെയായിരിക്കും നെക്സ്റ്റ് ഇക്വേഷൻ വരുന്നത് എന്നും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ കോൺസെൻട്രേഷൻ 2 മോൾസ് കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഒരു ഇക്വേഷനിൽ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ മോൾസിൻ്റെ എണ്ണം പവറിൻ്റെ ഫോമിൽ എഴുതണമെന്ന് നമ്മൾ +1 പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം മാത്രം നമ്മളൊന്ന് മനസ്സിൽ ഓർത്താൽ മതി. പിന്നെ നമ്മൾ നെക്സ്റ്റ് ഇക്വേഷനിൽ ചെയ്ത പോലെ തന്നെയാണ് ഇവിടെയും ഇക്വേഷൻസ് വരുന്നത്. അതും കൂടി ഒന്ന് എഴുതി കാണിച്ചു തരാം നമുക്ക്. ഓക്കെ, ഓക്കെ. സോ ഇവിടെ ഈ സെൽ എടുത്തു, ഈക്വൽ ടു E0 സെൽ മൈനസ് 0.059 ഡിവൈഡ് ബൈ 2. 2വിൽ മാറ്റം വരില്ല, കാരണം ഇവിടുത്തെ നമ്പർ ഓഫ് ഇലക്ട്രോൺ 2+ ആണ് കാണിച്ചത്. അല്ല, ഐ മീൻ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് 2 ആയിട്ട് എടുത്താൽ മതി. ഓക്കെ, കാരണം നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ ഇലക്ട്രോണുകൾ തന്നെ 2 സൈഡിൽ നമ്മൾ ക്ലിയർ ആക്കിയിട്ടുണ്ടാവും, നമുക്കറിയാവുന്നതാണ്. ഇനി നമുക്ക് എന്ത് വേണം? ഇവിടെ ലോഗ് എടുക്കാം. ദെൻ ഓക്സിഡൈസ്ഡ് ഫോമിൻ്റെ കോൺസെൻട്രേഷനാണ് നമ്മൾ മുകളിൽ എഴുതാം.
റെഡ്യൂസ്ഡ് ഫോമിൻ്റെ കോൺസെൻട്രേഷൻ താഴെയാണ് വരുന്നത് Ag+. പക്ഷെ Agയുടെ എണ്ണം നമ്പർ ഓഫ് മോൾസ് 2 ആണ്. അതുകൊണ്ട് നമ്മളിവിടെ പവർ 2 എന്നുകൂടി ഇവിടെ നമ്മൾ എഴുതണം. അപ്പോൾ കോൺസെൻട്രേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ 0.1 ആണ് സിൽവറിൻ്റെ കോൺസെൻട്രേഷൻ എന്നുണ്ടെങ്കിൽ 0.1 സ്ക്വയർ എന്ന് എഴുതി കഴിഞ്ഞാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്. അതുപോലെ തന്നെ E0 സെല്ല് കണ്ടുപിടിക്കാൻ നമുക്കറിയാം എങ്ങനെയാണ്, E0 ഓഫ് കാത്തോഡ് മൈനസ് E0 ഓഫ് ആനോഡ്. ഓക്കെ, ദാറ്റ് മീൻസ് നിക്കലിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമുക്കറിയാം, സിൽവറിൻ്റെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അറിയാം. സോ സിൽവറിൻ്റെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിൽ നിന്നും നിക്കലിൻ്റെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ സബ്ട്രാക്ട് ചെയ്ത് നമുക്കിവിടെ E0 സെല്ല് കിട്ടും. ഓക്കെ, അങ്ങനെ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ പ്രോബ്ലം സെക്ഷൻസ് ഈ തിയറി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പോവാം. ഓക്കെ, നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് വരാം. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഫ്രം നേഴ്സ്റ്റ് ഇക്വേഷൻ. നമ്മളൊരു ജനറൽ ഇക്വേഷൻ കൺസിഡർ ചെയ്യണം. അതായത് A moles of A plus B moles of B, reversible arrow, C moles of C plus D moles of D. ആൻഡ് ഇവിടെ ഇൻവോൾവ് ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം N ഇലക്ട്രോൺസ് ആയിട്ട് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്തു. അങ്ങനെ വരുമ്പോൾ ഈ റിയാക്ഷൻ ഒരു ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്താൽ അതിൻ്റെ നേഴ്സ്റ്റ് ഇക്വേഷൻ ഈ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് E cell is equal to D0 cell minus 2.303 RT/NF into log C raised to C D raised to D divided by A raised to A B raised to B. +1 നമ്മൾ ഇതേപോലത്തെ ഒരു റിലേഷൻ കണ്ടിട്ടുണ്ട്. ഈ രീതിയിലുള്ള റിലേഷൻ അറ്റ് ഇക്വിലിബ്രിയം ഒരു റിയാക്ഷന് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലിനെ ബേസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഈ സെൽ അല്ലെങ്കിൽ സെൽ പൊട്ടൻഷ്യൽ ഈക്വൽ ടു 0 അറ്റ് ഇക്വിലിബ്രിയം കണ്ടീഷൻ. നമ്മളെപ്പോഴും പറയുന്നതാണ്, കഴിഞ്ഞ വർഷം അറ്റ് ഇക്വിലിബ്രിയം ഡെൽറ്റ G0 is equal to 0 എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു ഇക്വിലിബ്രിയം കണ്ടീഷനിൽ സെൽ പൊട്ടൻഷ്യലും 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ രണ്ട് വാല്യൂ, ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന രണ്ട് വാല്യൂ പോയിന്റ്സും കൂടി ഞാനിന്ന് ബോർഡിൽ എഴുതുകയാണ്. ദാറ്റ് ഈസ് ഇക്വിലിബ്രിയം കണ്ടീഷനിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kc is equal to C raised to C D raised to D divided by A raised to A and B raised to B. Also E cell is equal to 0. Okay, that is E cell is equal to 0. ഈ രണ്ട് വാല്യൂ നമ്മൾ നേരെ ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്ത് വരും നോക്കി, ദാറ്റ് ഈസ് E cell is equal to 0 എടുത്തു. അപ്പോൾ ഞാനിവിടെ 0 ഇട്ടു, ഈക്വൽ ടു E0 സെൽ സ്റ്റാൻഡേർഡ് ആണ്, അത് 0 ആകില്ല, മൈനസ് 2.303 RT/NF into log then C raised to C D raised to D divided by A raised to A and B raised to B at equilibrium conditionil ഇതിനെ നമുക്ക് Kc ആയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യാം. സോ Kc, സോ ദാറ്റ് മീൻസ് നമുക്ക് എന്ത് കൊടുക്കാം ഇവിടെ, E0 സെൽ അറ്റ് ഇക്വിലിബ്രിയം കണ്ടീഷൻ ഈസ് ഈക്വൽ ടു 2.303 RT/NF into log Kc. ക്ലിയർ ആയെന്ന് വിചാരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് വന്നാൽ വളരെ സിമ്പിളായിട്ട് നമുക്കിത് റെപ്രസെൻ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ ആദ്യം പഠിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ പ്രീവിയസ് നോളേജ് വെച്ച് നമുക്ക് രണ്ട് ഇക്വേഷനിൽ ഈ ഡെറിവേഷൻ ക്ലിയർ ചെയ്യാവുന്നതേ ഉള്ളൂ. ആദ്യം ഞാൻ നമ്മുടെ ഒരു ജനറൽ റിയാക്ഷൻ എടുത്തു, അതിനൊരു ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷനുമായിട്ട് കൺസിഡർ ചെയ്താൽ അതിൻ്റെ നേഴ്സ്റ്റ് ഇക്വേഷൻ നമുക്ക് ഈ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഞാൻ പറഞ്ഞ വാല്യൂ പോയിന്റ് ഇക്വിലിബ്രിയം കണ്ടീഷൻ എടുത്താൽ C raised to C D raised to D by A raised to A B raised to B എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു വാല്യൂ നമുക്ക് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കാം. ആൻഡ് അറ്റ് ഇക്വിലിബ്രിയം കണ്ടീഷൻ ഈ സെൽ
ഇസ് ഈക്വൽ ടു 0. അപ്പം ഈ രണ്ട് വാല്യൂസ് ഞാൻ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്തു? ഈ സെൽ 0 ആണ്. അപ്പം ഞാൻ ഈ സ്ഥലത്ത് 0 എടുത്തു. ഈ 0 സെൽ -2.303 RT/NF ലോഗ് ഈ വാല്യൂവിൻ്റെ സ്ഥലത്ത് നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട് KC ആണ്, KC കൊടുത്തു. സോ നമ്മളൊന്ന് ഇൻ്റർചേഞ്ച് ചെയ്തു. സോ ഈ 0 സെൽ ഈസ് ഈക്വൽ ടു 2.303 RT/NF ഇൻറ്റു ലോഗ് KC. Okay, so this is the relationship between equilibrium constant and Nernst equation. ഓക്കെ, അപ്പം ഇതുപോലെ തന്നെ ഇതിപ്പോൾ നമ്മളോട് ഡാനിയൽ സെല്ലിൻ്റെ കേസിൽ വരികയാണെങ്കിൽ എന്ത് വരും? നമുക്കൊന്ന് എഴുതി നോക്കാം. ഡാനിയൽ സെല്ലിനെ സംബന്ധിച്ച് നോക്കിയേ, ഡാനിയൽ സെല്ലിൻ്റെ കേസിൽ നമുക്കിവിടെ ഈ സെൽ ഈസ് ഈക്വൽ ടു E0 cell minus 0.059 divided by 2 into log Zn2 positive bar Cu2 plus എന്നാണ് പറയാം അല്ലേ? Cu2 പോസിറ്റീവ് എന്ന് നമ്മൾ എഴുതും. ഈ കേസിൽ Zn2 പോസിറ്റീവ് ബാർ Cu2 പോസിറ്റീവ് എന്നിരിക്കുന്ന വാല്യൂ എന്തായിട്ട് നമ്മൾ എടുക്കണം? അതായത് ഇവിടെ നമ്മൾ Zn2 പോസിറ്റീവ് ഡിവൈഡഡ് ബൈ Cu2 പോസിറ്റീവ് എന്ന് പറഞ്ഞിരിക്കുന്ന വാല്യൂ KC ആയിട്ട് എടുക്കും. അതോടൊപ്പം തന്നെ E0 സെൽ എന്ന് പറഞ്ഞിരിക്കുന്ന വാല്യൂ നമ്മൾ 0 ആയിട്ട് എടുത്തു. ഓക്കെ, ഇങ്ങനെ എടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം? ഇവിടെ 0 ഈസ് ഈക്വൽ ടു E0 സെൽ മൈനസ് 0.059 divided by 2 into log KC എന്ന് കൊടുക്കാം. That is E0 cell is equal to 0.059 divided by 2 into log KC. വളരെ സിമ്പിളാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ കുട്ടികൾ, ഒരു ചെറിയ കോൺസെപ്റ്റ് കൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഓക്കെ, ദാറ്റ് ഈസ് ഇലക്ട്രോകെമിക്കൽ സെൽ ആൻഡ് ജിബ്സ് എനർജി ഓഫ് ദ റിയാക്ഷൻ. ഒരു ഗാൽവാനിക് സെല്ലിനെ സംബന്ധിച്ചിടത്തോളം അതിൽ നടക്കുന്ന റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണെന്നും അവിടെ ഫ്രീ എനർജി കുറഞ്ഞു വരുന്നു എന്നും നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്കൊരു രണ്ട് റിലേഷൻസ് നമുക്ക് ആദ്യം ഇവിടെ നിന്ന് എഴുതാം. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് റിലേഷൻ, ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ E0 സെൽ ആൻഡ് സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി ചേഞ്ച്. ഓക്കെ, ഡെൽറ്റ G0 is equal to minus NF E0 സെൽ. ഞാൻ ഇതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് എടുത്തു. അതോടൊപ്പം തന്നെ തൊട്ട് മുമ്പ് നമ്മളൊരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തിരുന്നു. E0 സെൽ ഈസ് ഈക്വൽ ടു 2.303 RT by NF into log KC. ഇക്വേഷൻ നമ്പർ 2. ഇനി ഇവിടെ രണ്ട് കാര്യങ്ങൾ മാത്രം ചെയ്യാനുള്ളൂ. അതായത് ഡെൽറ്റ G0 ഈസ് ഈക്വൽ ടു മൈനസ് NF E0 സെൽ എന്ന് പറഞ്ഞിരിക്കുന്ന ഇക്വേഷനിൽ E0 സെൽ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് ചെയ്തു നോക്കാം. Therefore, ഡെൽറ്റ G0 ഈസ് ഈക്വൽ ടു മൈനസ് NF ആൻഡ് E0യുടെ വാല്യൂ ഇവിടെ കിടക്കുന്നുണ്ട്. നമുക്ക് അന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഇൻടു എത്രയാണ്? 2.303 RT divided by NF and log KC. ഇവിടെ NFഉം NFഉം നമുക്ക് ക്യാൻസൽ ചെയ്യാം. Therefore, the equation becomes delta G0 is equal to minus 2.303 RT log
കെ സി. ഒരു സിമ്പിൾ ഡെറിവേഷനാണ് നമ്മളിവിടെ എടുത്തത്. ദാറ്റ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് ജിബ്സ് ഫ്രീ എനർജി ചേഞ്ച് ആൻഡ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളാണ്. ഒന്നുകൂടി ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു ഗാൽവാനിക് സെല്ല് നമ്മൾ എടുക്കുമ്പോൾ അത് സ്പോണ്ടേനിയസ് റിയാക്ഷൻ ആണ്, നമുക്കറിയാം. അവിടെ ഫ്രീ എനർജി ഡിക്രീസിങ് ആണ്, അതും നമ്മളിവിടെ ഇൻഡിക്കേറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ പ്രീവിയസ് നോളജ് അനുസരിച്ച് ഒരു ഇക്വേഷൻ ഞാൻ ഇവിടെ എഴുതി. ഡെൽറ്റ G0 ഈസ് ഈക്വൽ ടു മൈനസ് NF E0 സെൽ. ദാറ്റ് ഈസ് സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി ചേഞ്ചും EMF ഓഫ് ദ സെല്ലും തമ്മിൽ ഒരു റിലേഷനുണ്ട്. അതിനുശേഷം തൊട്ട് മുമ്പ് നമ്മൾ ഡിറൈവ് ചെയ്തിരിക്കുന്ന ഇക്വേഷനാണ് ഈ എഴുതിയിരിക്കുന്നത്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആൻഡ് E0 സെൽ. ദാറ്റ് ഈസ് E0 സെൽ ഈസ് ഈക്വൽ 2.303 RT by NF into log Kc. Now substitute the value of E0 cell in equation 1. So E0 എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗത്ത് ഈ വാല്യൂ കംപ്ലീറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ക്യാൻസൽ ചെയ്തു പോയി. Therefore we get a final relation delta G0 is equal to minus 2.303 RT log Kc. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടും 2 മാർക്കിൻ്റെ പ്രോബ്ലംസ് നമുക്ക് പബ്ലിക് എക്സാമിന് വരാറുണ്ട്. സോ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കേടാ കുട്ടികളെ, ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു വെരി മച്ച്.